നമസ്കാരം. ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില പ്രധാന കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ തന്നെയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചില സൂചനകൾ ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ പല രീതിയിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സങ്കടങ്ങളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടും ഫലം കാണാത്തതായ സാഹചര്യം, അധ്വാനിച്ചിട്ടും ഫലം ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ, അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ എന്താണ് നിങ്ങളിലേക്ക് മാറ്റങ്ങളായി വന്ന് ചേരുന്നത് എന്ന് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് വിശേഷപ്പെട്ടതായ 2 ചിത്രങ്ങളാണ്. അതിലാദ്യത്തേത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും പരമശിവനുമാണ് എങ്കിൽ, രണ്ടാമത്തേതായ ചിത്രം സാക്ഷാൽ ശ്രീരാമസ്വാമിയും ഹനുമാൻ സ്വാമിയുമാണ്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് ദൈവവിളിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ഒരു പുതിയ ദിശ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അതിൻ്റെ സൂചനയായി തന്നെ ഈ തൊടുകുറി അധ്യായത്തെ പരാമർശിക്കാം. അതിനാൽ ഈ സമയം നിങ്ങൾ പതുക്കെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ ആഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഈ സമയം മനസ്സിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ മനസ്സിനെ അത്രമേൽ പ്രയാസപ്പെടുത്തുന്ന, ഒഴിഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആ വിഷമങ്ങൾ, അത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ കാൽപാദങ്ങളിൽ അർപ്പിച്ച് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിലെ നിങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷമതകൾക്കും ഒരു പരിഹാരം വന്നു ചേരണം എന്നും, ജീവിതത്തിലുള്ള ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഇരുട്ടിനും ഒരു പരിഹാരം നൽകി ഒരു പുതു വെളിച്ചത്തിലേക്ക്, വഴിയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കണം എന്ന പ്രാർത്ഥനയോടെ ഈ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കൂ. പ്രാർത്ഥിച്ച് കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രമോ, നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച ചിത്രമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഇനി ഫലങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ തൊടുകുറിയുമായി ബന്ധപ്പെട്ട് തൊടുകുറി ഗണിതപ്രകാരമുള്ള ഫലങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. അതിൽ ആദ്യത്തെ ചിത്രമായ ശ്രീകൃഷ്ണ ഭഗവാനെയും പരമശിവനെയുമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ, അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. മനസ്സിൽ അല്ലെങ്കിൽ നിരവധിയാർന്ന ആഗ്രഹങ്ങൾ നടക്കണം എന്ന പ്രാർത്ഥനയോടെയും മനസ്സിലും കൊണ്ട് നടക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് പറയാം. ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ, വിവാഹമോ പഠനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ നടക്കും എന്നൊരു ശുഭ പ്രതീക്ഷ, അല്ലെങ്കിൽ അത്രമേൽ പ്രതീക്ഷ നിങ്ങൾക്ക് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പലവിധ തടസ്സങ്ങൾ ഉണ്ട് എന്നത് വാസ്തവമാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ ചിന്ത പലപ്പോഴും അത്തരത്തിൽ വിഷമതകളിലേക്ക് നീങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങളുടെ ഈ കാലഘട്ടം പതുക്കെ മാറി തുടങ്ങുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ്. തീർച്ചയായും വാർത്ത ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും പല രീതിയിലും സന്ദേശങ്ങൾ, കൂടിക്കാഴ്ചകൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളിലും ഒരു അഭിപ്രായ വ്യത്യാസം
നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ബാധിച്ചിരിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളിലും പരിഹാരം ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്നു എങ്കിലും അത് സാധ്യമാകാത്ത സാഹചര്യങ്ങളുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് വീണ്ടും പല കാര്യങ്ങളിലും ഒരു അവസരം സിദ്ധിക്കാവുന്ന സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഒരു പുരോഗതി ലഭിക്കാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങൾക്കും ഈ സമയം പുരോഗതി ലഭിച്ചില്ല എങ്കിലും അതിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളിലേക്ക് വലിയ കാര്യങ്ങൾ, അനുകൂലമാകാവുന്ന പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. സ്ഥിരതയോടെ ഈ സമയം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. ഈ സമയം ചില കാര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതിൽ പ്രധാനമായും ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് കൂടി പ്രതീക്ഷ നൽകുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ്. അനുകൂലമാകുന്ന വിവരങ്ങൾ പലതും ജീവിതത്തിൽ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു അനുകൂലമായ വിവരങ്ങൾ, സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാനുള്ള സാധ്യത തുലം കൂടുതലായ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളോ അംഗീകാരങ്ങളോ ലഭിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാം. ഈ സമയം നിങ്ങൾ ക്ഷമ പാലിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും അല്പം ശ്രദ്ധയോടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാൻ സാധിക്കുന്നു. ആത്മവിശ്വാസം ഈ സമയം നിങ്ങൾക്ക് അനിവാര്യമാണ്. ആത്മവിശ്വാസത്തോടെ പരിശ്രമിച്ചാൽ കാര്യങ്ങൾ അനുകൂലമാകാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം സ്വന്തം ലക്ഷ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പല രീതിയിലും ആലോചനകൾ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തീരുമാനങ്ങൾ ഈ സമയം പെട്ടെന്ന് എടുക്കാതിരിക്കുക എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല കാര്യങ്ങളിലും അപ്രകാരം എടുത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് തോന്നി എന്ന് വരാം. എന്നാൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കണം. ആരോഗ്യപരമായ കാര്യങ്ങളിലും ഈ സമയം അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ പ്രതീക്ഷകൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ നൽകാവുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രതീക്ഷകൾ നശിക്കുക എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ദോഷമായി തീരാം എന്നുള്ളതാണ്. അതിനാൽ ഈ സമയം വിശ്വാസമോ പ്രതീക്ഷയോ കൈവിടാതെ നിങ്ങൾ മുന്നോട്ട് പോകണം. ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ പല കാര്യങ്ങളിലും കൃത്യമായ അനുഗ്രഹങ്ങളായി മാറുന്നത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്ന കാര്യം ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന അത് ഫലം കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് വന്നു ചേരാം. മനസ്സിന് സമാധാനം ലഭിക്കാവുന്ന പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് സംഭവിക്കാം എന്നതും വാസ്തവം തന്നെയാണ്. മനസ്സിന് ശക്തി ഈ സമയം നിങ്ങൾ നൽകേണ്ടത് അനിവാര്യമാണ്. മനസ്സമാധാനം ജീവിതത്തിൽ നൽകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. മനസ്സമാധാനത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകണം. പുതിയ വ്യക്തികൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള അല്ലെങ്കിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാം എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പല നിരാശകളും ഈ സമയം നിങ്ങളെ ബാധിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക.
നിരാശകൾ ജീവിതത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും പല ദോഷാനുഭവങ്ങളും നൽകും. അതിനാൽ തീർച്ചയായും ഓരോ അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം എന്നുള്ളതാണ്. ഈ സമയം പുതിയ തുടക്കമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഈശ്വര വിശ്വാസം നിങ്ങളിൽ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. പ്രാർത്ഥനയ്ക്കായി നിങ്ങൾ ശ്രമിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട്. ഈ സമയം ആത്മവിശ്വാസവും പോസിറ്റീവായ ഊർജവും നിങ്ങളിൽ വളർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് അതിശയകരമായി കടന്നു വരും എന്നതും നിങ്ങളുടെ മനസ്സിലുള്ള ഭാരങ്ങളെ അത് നിറവേറ്റുവാൻ സഹായകരമായി തീരും എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ സാധിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. പലപ്പോഴും പല കാര്യങ്ങളും ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. നിരവധിയായ ആശങ്കകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികൾ തന്നെയായി നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷ കടന്നു വരും. അനുഭവിച്ച പ്രയാസങ്ങൾ അത് വെറുതെ ആകില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ ശക്തരാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അത് വിജയത്തിലേക്ക് എത്തുന്നു എന്നും ചില ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ ഈ സമയം വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. ഈ സമയം തൊഴിൽ സംബന്ധമായോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതാണ്. മനസ്സിന് പല രീതിയിലും നിങ്ങൾക്ക് ആശ്വാസം സിദ്ധിക്കാവുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും വ്യത്യാസം തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ധനപരമായ മുന്നേറ്റങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഈ സമയം സ്ഥിരമായ വരുമാനത്തിന് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളും വന്നു ചേരാം. ഏത് കാര്യവും ശ്രദ്ധയോടെ വീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. അവസരങ്ങളാണ് കടന്നു വരിക. കൃത്യതയോടെ വിനിയോഗിക്കണം. രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും തിരഞ്ഞെടുത്തത് അത് യാദൃശ്ചികമല്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായ അവസരങ്ങൾ കടന്നു വരാവുന്ന സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രതീകമായി തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മാറ്റം അനിവാര്യമായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ചില കാര്യങ്ങൾ അല്പം വൈകിയാലും അത് നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉടലെടുക്കാം എന്നുള്ളതാണ്. പുതിയ അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്ന ഒരു സാഹചര്യമുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എങ്കിൽ അതിൽ ചിലത് പ്രാവർത്തികമാകുവാൻ സാധ്യതയുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും മനസ്സ് നോവുന്നതായ സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞ കാലമോ നിങ്ങളെ വിഷമിപ്പിച്ച് മുന്നോട്ട് പോയ വ്യക്തികളുമായി ബന്ധപ്പെട്ട് പോലും ആകാം എന്നുള്ളതാണ്. മനസ്സ് അല്പം വിഷമിക്കുന്നതായ സാഹചര്യമുണ്ട്. പഴയ കാര്യങ്ങൾ പലപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. പലപ്പോഴും ഇത്തരം വിഷമകരമായ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നത് വാസ്തവമാണ്. ഈ സമയം തീർച്ചയായും സത്യം നിങ്ങൾ മനസ്സിലാക്കുകയും തിരിച്ചറിവ് നടത്തേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. ഈ സമയം പല രീതിയിലും നിങ്ങൾക്ക് പണം അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്ന് ചേരാം എന്നുള്ളതാണ്. അത് സഹായവുമായി ബന്ധപ്പെട്ട് പോലും ആകാം എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം ചിലവുകൾ പല കാര്യങ്ങളിലും വർദ്ധിക്കുന്നു എന്നത്
നിങ്ങളുടെ ജീവിതത്തെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും മനസ്സിലുണ്ട്. എന്നാൽ പലതും നടക്കാത്തതായ അവസ്ഥയും ജീവിതത്തിൽ നേരിടുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും കഴിവുകൾ തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും ലഭിക്കുന്നു എങ്കിലും അത് കൃത്യത പുലർത്തുവാൻ സാധിക്കുന്നില്ല. ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ചില സമയങ്ങളിൽ ചില ചെറിയ തിരിച്ചടികൾ സംഭവിക്കുമ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം പല കാര്യങ്ങൾക്കും നിങ്ങൾ തയ്യാറെടുക്കുന്നു എങ്കിൽ അത് ആത്മവിശ്വാസത്തോടെ തന്നെ ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ സമയം കൃത്യമായി തന്നെ സമയം ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തെറ്റിദ്ധാരണകൾ പല കാര്യങ്ങളിലുമുണ്ട് എന്നത് വാസ്തവമാണ്. ആ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും നെഗറ്റീവായ ഊർജം നിങ്ങളെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ നെഗറ്റീവായ ഊർജങ്ങളിൽ നിന്നും ഒരു മോചനം സാധ്യമാകണം എന്ന പ്രാർത്ഥനയുണ്ട്. ഈ സമയം തെറ്റിദ്ധാരണകൾ പല കാര്യങ്ങളിലും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ആ തെറ്റിദ്ധാരണകൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണം എന്ന പ്രാർത്ഥന നിങ്ങൾക്ക് ഫലം കാണാം. കാരണം ഈ സമയം തുറന്ന് സംസാരിക്കുവാനുള്ള ചില അവസരങ്ങൾ വന്നു ചേരാം. പ്രത്യേകിച്ചും ഈ സമയം നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നതായ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണം. ഈ സമയം ദൈവിക കാര്യങ്ങളിൽ സമയം കണ്ടെത്തുവാൻ ശ്രമിക്കണം. അത് മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അനിവാര്യമാണ്. ഈ സമയം ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത് അനിവാര്യമായ സാഹചര്യമുണ്ട്. എന്നാൽ ആ തീരുമാനങ്ങൾ കൃത്യതയോടെ തന്നെ നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ശ്രദ്ധയോടെ തന്നെ എടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ പ്രതീക്ഷ അസ്ഥാനത്താകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. മറ്റുള്ളവരുടെ നിർബന്ധങ്ങളുണ്ട് എങ്കിലും നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന തീരുമാനങ്ങൾ എടുക്കണം. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടരെ നടക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അഹങ്കരിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. അത് നന്ദിയോടെ തന്നെ നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ ദിശയിലേക്ക് ജീവിതം നീങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. ഈ സമയം അതിനാൽ നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ കൈവിടാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എവിടെയും സന്തോഷിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും സ്വന്തം സന്തോഷം, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി, അത് കുടുംബത്തിനാകാം, സുഹൃത്തുക്കൾക്കാകാം, വേണ്ടപ്പെട്ട വ്യക്തികൾക്കാകാം, സ്വന്തം സന്തോഷം പോലും ബലി കഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ തീർച്ചയായും അത് നടത്തിയെടുക്കുവാനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തേണ്ട സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയം നിങ്ങൾ തീർച്ചയായും സന്തോഷം അത് നഷ്ടപ്പെടുത്തുവാൻ പാടുള്ളതല്ല. ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകണം എന്ന പ്രാർത്ഥന ഫലം കാണാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാം എന്നതും വാസ്തവം തന്നെയാണ്. ചില നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് പോലെ തന്നെ ചില ശുഭ തീരുമാനങ്ങളും എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അത് സാധ്യമാകും എന്നുള്ളതാണ്. സാമ്പത്തികപരമായ പുരോഗതി ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ചില കാര്യങ്ങളിൽ ഒരു എടുത്തുചാട്ടം പ്രകടമാകാവുന്ന സാഹചര്യമുണ്ട്.
അത്തരം കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ക്ഷമയോടെ നീങ്ങുകയാണ് എങ്കിൽ ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ തീർച്ചയായും ചില മംഗളകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. ശുഭകരമായ ചില വാർത്തകൾ, കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട അനുകൂല സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യം. ഈ സമയം നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഒരു അബദ്ധം, മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ചില വ്യക്തികളോട് തുറന്നു പറയുന്ന അല്ലെങ്കിൽ എല്ലാവരോടും പറയുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് ഒഴിവാക്കപ്പെടേണ്ടതായ സാഹചര്യമാണ് ഉള്ളത് എന്ന് പറയാം. ഈ സമയം നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന വ്യക്തികളോട് മാത്രമേ കാര്യങ്ങൾ തുറന്ന് പറയാവൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് ചില അംഗീകാരങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടുകയും ചെയ്യാം. അവസരങ്ങൾ സിദ്ധിക്കാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ പ്രവൃത്തികൾ അത് മനസ്സറിഞ്ഞ് വേണം പ്രവർത്തിക്കാൻ. ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയോ താല്പര്യമില്ലാതെയോ പ്രവർത്തിക്കാതെ കാര്യങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കി തന്നെ പ്രാർത്ഥിക്കണം. ഏതൊരു കാര്യവും അവഗണിക്കുന്നതിന് മുൻപ് അതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം എല്ലാ കാര്യങ്ങളിലും പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. ഈ സമയം ശരിയായ സമയത്ത് തന്നെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം അത് സാധ്യമാകാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉചിതമായ സമയത്ത് ഫലം സിദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം അത് കമന്റായി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കണം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ സമയമാണ്. അത് നിങ്ങൾക്ക് പ്രകടമാകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ മുൻപ് പരാമർശിച്ച കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് നീങ്ങുക.